ഡീൻ കുര്യാക്കോസ് എംപിക്കെതിരായ വിമർശനത്തിൽ ഇടുക്കി DCC പ്രസിഡന്റ് CP മാത്യുവിനെതിരെ പാളയത്തിൽ പട. ഡീനെതിരായ പ്രതികരണത്തിൽ CP മാത്യുവിനെതിരെ പ്രാദേശിക നേതാക്കളും പ്രവർത്തകരും രംഗത്തെത്തുകയാണ്. സമൂഹ മാധ്യമങ്ങളിലും വിമർശനം അതിശക്തമാണ്. VD സതീശനെ അനുകൂലിച്ചുകൊണ്ട് പ്രകടനം നടത്തിയ പ്രവർത്തകരെ പുറത്താക്കിയതാണ് ഡീൻ കുര്യാക്കോസും CP മാത്യുവും തമ്മിലുള്ള തർക്കത്തിലേക്ക് എത്തിച്ചത്. എന്താണ് ഇടുക്കിയിലെ കോൺഗ്രസിനുള്ളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഇനിയിപ്പോൾ CP മാത്യു കടുത്ത ഭാഷയിൽ പ്രതികരിച്ചിട്ടുണ്ട്. അപ്പോൾ ഡീൻ കുര്യാക്കോസ് അതിന് മറുപടി പറഞ്ഞ് അടുത്ത ദിവസം മാധ്യമങ്ങൾക്ക് മുന്നിൽ വരാൻ സാധ്യതയുണ്ടോ? ഷിഹാസ്, മുഖ്യമന്ത്രി ആര് എന്നതിനെ ചൊല്ലിയുള്ള തർക്കം സംസ്ഥാന തലത്തിൽ അവസാനിച്ചു. VD സതീശനെ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിച്ചു. ഇനിയിപ്പോൾ തിങ്കളാഴ്ച ഔദ്യോഗികമായി തന്നെ അദ്ദേഹം സ്ഥാനം ഏറ്റെടുക്കാൻ പോവുകയാണ്. പക്ഷേ അന്ന് തുടങ്ങി വെച്ച തർക്കങ്ങൾ ഇടുക്കിയിൽ കൂടുതൽ ചൂട് പിടിക്കുന്നു എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. VD സതീശന് അനുകൂലമായി തൊടുപുഴയിൽ ഒരു പ്രകടനം നടത്തിയിരുന്നു. അതേ 4 പേർക്കെതിരെ ഇടുക്കി DCC പ്രസിഡന്റായിട്ടുള്ള CP മാത്യു നടപടി സ്വീകരിച്ചു. അന്ന് തന്നെ രൂക്ഷ വിമർശനവുമായി ഡീൻ കുര്യാക്കോസ് MP രംഗത്തെത്തിയിരുന്നു. അതായത് എരിതിരിയിൽ എണ്ണയൊഴിക്കുന്ന നേതാക്കൾക്കൊപ്പം താൻ ഒരിക്കലും നിലനിൽക്കില്ല. കൂടാതെ പാർട്ടി പ്രവർത്തകരുടെ ആവേശം നേതാക്കൾ മനസ്സിലാക്കണമെന്നും അതനുസരിച്ചുള്ള തീരുമാനങ്ങൾ ഉണ്ടാകണമെന്നുമായിരുന്നു അന്ന് ഡീൻ കുര്യാക്കോസ് പറയുകയും ചെയ്തത്. പക്ഷേ ഇന്നലെ ആ നിലപാട് ഡീൻ കുര്യാക്കോസ് വീണ്ടും ആവർത്തിക്കുകയും ചെയ്തു. മുഖ്യമന്ത്രിയായി VD സതീശനെ പ്രഖ്യാപിച്ചതോടെയാണ് ആ നിലപാട് ആവർത്തിക്കുകയും ചെയ്തത്. ഇതാണ് CP മാത്യുവിനെ കൂടുതൽ പ്രകോപിപ്പിച്ചിരിക്കുന്നത്, ചൊടിപ്പിച്ചിരിക്കുന്നത്. ഇന്ന് അതിരൂക്ഷമായ വിമർശനവുമായി CP മാത്യു രംഗത്തെത്തുന്നത് നമ്മൾ കണ്ടതാണ്. ഇന്ന് പകൽ അദ്ദേഹം നടത്തിയ പ്രതികരണം ഇങ്ങനെയായിരുന്നു: മൂക്കാതെ പഴുത്തതിന്റെ പ്രശ്നമാണ് ഡീൻ കുര്യാക്കോസ് MPക്ക് ഉള്ളത്. MP എന്നാൽ മെമ്പർ ഓഫ് പാർലമെന്റ് ആണ്, അല്ലാതെ മെമ്പർ ഓഫ് പഞ്ചായത്ത് അല്ല. പല ജില്ലകളിലും DCCക്ക് വേണ്ട എല്ലാ സഹായങ്ങളും MPമാർ ചെയ്തു കൊടുക്കാറുണ്ട്. പക്ഷേ ഇടുക്കിയിൽ യാതൊരുവിധ സപ്പോർട്ടും സഹായങ്ങളും ഡീൻ കുര്യാക്കോസ് MPയുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നില്ല എന്നും പറയുന്നുണ്ടായിരുന്നു. കൂടാതെ DCC പ്രസിഡന്റിന്റെ കാര്യങ്ങൾ നോക്കാൻ തനിക്കറിയാം, MPയുടെ പണി നോക്കിയാൽ മതിയെന്നും CP മാത്യു പറഞ്ഞു. ഇതാണിപ്പോൾ വലിയ രീതിയിലുള്ള തർക്കങ്ങൾക്ക് ഇടയാക്കിയിരിക്കുന്നത്. CP മാത്യുവിനെതിരെ പ്രവർത്തകരും അതുകൂടാതെ പ്രാദേശിക നേതാക്കളും സമൂഹ മാധ്യമങ്ങളടക്കം രൂക്ഷ വിമർശനമാണ് ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. പാളയത്തിൽ പട എന്ന അക്ഷരം തെറ്റാതെ നമുക്ക് വിളിക്കാൻ സാധിക്കുകയും ചെയ്യും. പല പ്രവർത്തകരും നേതാക്കളും സമൂഹ മാധ്യമങ്ങളടക്കം വീഡിയോ പ്രതികരണത്തിലൂടെ രംഗത്തെത്തുകയും ചെയ്തിട്ടുണ്ട്. അല്പസമയം മുമ്പ് പുറത്തു വന്ന ഒരു ഓഡിയോ ക്ലിപ്പ് CP മാത്യുവിനെ ഫോണിൽ വിളിച്ച് അസഭ്യം പറയുന്നതാണ്. തിരിച്ച് അദ്ദേഹം അസഭ്യം പറയുന്നതും ആ ഓഡിയോയിലുണ്ട്. പക്ഷേ നമുക്കത് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നതിന് ചില ബുദ്ധിമുട്ടുകളുണ്ട്. കേട്ടാൽ അറയ്ക്കുന്ന രീതിയിലുള്ള തെറി അസഭ്യം തന്നെയാണ് അതിലുള്ളത് താനും. ഇത്തരത്തിൽ നിരവധി പ്രതികരണമാണ് CP മാത്യുവിനെതിരെ രംഗത്ത് വരികയും ചെയ്യുന്നത്. അപ്പോഴെല്ലാം എടുത്തു വരേണ്ട കാര്യം ഡീൻ കുര്യാക്കോസ് MPയെ അനുകൂലിച്ചുകൊണ്ടാണ് ഭൂരിഭാഗം പ്രതികരണങ്ങളും ഉള്ളത്. CP മാത്യുവിനെ അതിരൂക്ഷമായി വിമർശിച്ചുമാണ് ഈ പ്രതികരണങ്ങളുള്ളത്. എന്തായാലും ഡീൻ കുര്യാക്കോസ് MP ഈ വിഷയത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കും? മുഖ്യമന്ത്രി പദവി VD സതീശന് ലഭിച്ചു. പക്ഷേ ഈ 3 നേതാക്കളെയും പിന്തുണച്ചിരുന്ന പ്രധാനപ്പെട്ട ജില്ലാതല നേതാക്കൾക്കിടയിൽ വിഭാഗീയത, പരസ്യപ്പോര്, അതൊക്കെ പലതരത്തിൽ തുടരുകയാണ്. അതിൻ്റെ ഏറ്റവും മൂർധന്യമായ ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഇടുക്കിയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്.